Dear students, welcome to Tech Talks. Our next topic is macros in C. So macros എന്താന്ന് നോക്കാം. They are preprocessor directives that define constants or small functions, replacing them before the program is compiled. Normally constants define ചെയ്യാനും small like functions create ചെയ്യാൻ വേണ്ടിയിട്ടും labeled preprocessor directives യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് macros എന്ന് പറയുക. ഒരു കോൺസ്റ്റന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. സിൻടാക്സ് ഹാഷ് ഡിഫൈൻ കോൺസ്റ്റന്റ് നെയിം, അതാണ് മാക്രോ നെയിം എന്ന് പറയാം. ദെൻ പ്രൊവൈഡ് ദ വാല്യൂ. ഒരു ലേബലിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഡിഫൈൻ ചെയ്യും. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ ആകാം, ഡബിൾ ആകാം, ഫ്ലോട്ട് ആകാം, ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഈസ് സ്ട്രിങ് ആകാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലേബിൾ കൂടി കൊടുക്കും. അതാണ് നെയിം ഓർ മാക്രോ. ഒരു എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഡിഫൈൻ, അവിടെ മാക്രോ നെയിം ഈസ് പൈ സ്പേസ് ഒരു വാല്യൂ കൊടുത്തിരിക്കുകയാണ് 3.14159. അതിൻ്റെ മീനിങ് എന്താണ്? പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമിൽ പൈയുടെ യൂസേജ് വരുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് പൈ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോഴെല്ലാം തന്നെ വീണ്ടും 3.14159 അങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട. പകരം എങ്ങനെ യൂസ് ചെയ്താൽ മതി? ജസ്റ്റ് പ്രൊവൈഡ് ദ നെയിം, മാക്രോ നെയിം പൈ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ ഒരു മാക്രോ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3.14159. മറ്റൊരു എക്സാമ്പിൾ, ഹാഷ് ഡിഫൈൻ macro name is max underscore size 100. max underscore size അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 100. നിങ്ങൾ ഒരു തവണ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നെയിം അല്ലെങ്കിൽ ലേബൽ ഓർ മാക്രോ നെയിം നിങ്ങളുടെ പ്രോഗ്രാമിൽ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾ ഡിഫൈൻ ചെയ്തു വിത്ത് എ പ്രോപ്പർ ലേബൽ അല്ലെങ്കിൽ വിത്ത് എ പ്രോപ്പർ നെയിം. ദാറ്റ് ലേബൽ ഓർ ദ നെയിം ഈസ് കോൾഡ് മാക്രോ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇത്തരം മാക്രോസ് ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഹെഡർ ഫയലിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഇത്തരം പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ്സ് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം: ഹാഷ് ഡിഫൈൻ മാക്രോ നെയിം പൈ. നോർമലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും മാക്രോ നെയിമായിട്ട് കൊടുക്കുക. സ്മോൾ ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും എററൊന്നും കാണിക്കത്തില്ല. ബട്ട് പ്രോപ്പർ വേ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാനായിട്ട് നോക്കുക. സ്പേസ് വാല്യൂ 3.141592. ദെൻ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത പൈയുടെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കൊടുക്കാം: വാല്യൂ ഓഫ് പൈ ഈക്വൽ ടു ഫ്ലോട്ട് ആണ്, പെർസെൻറ്റേജ് എഫ്. ദെൻ ന്യൂ ലൈൻ കൂടി കൊടുക്കാം, /n, കോമ മാക്രോ നെയിം പൈ. സോ അതിൻ്റെ മീനിങ് എന്താണ്? പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ദാറ്റ് ഈസ് 3.141592. അത് പ്രിന്റ് ചെയ്യും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കമ്പൈലിങ്ങിന് മുമ്പായിട്ട് ദ പ്രീ പ്രോസസർ ഈസ് എ സോഫ്റ്റ്വെയർ. നമുക്കൊരു ടൂളായിട്ട് കൺസിഡർ ചെയ്യാം. That will replace the macro name with the actual value. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എവിടെയൊക്കെ ലേബിൾസ് വരുന്നുണ്ടോ, എവിടെയെല്ലാം മാക്രോ നെയിം വരുന്നുണ്ടോ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിയൽ വാല്യൂ വരും, അല്ലെങ്കിൽ റിയൽ വാല്യൂ റീപ്ലേസ് ചെയ്യും. അവിടെ പൈയുടെ വാല്യൂ എന്താണ്? 3.141592. അപ്പോൾ പൈ മാക്രോ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്യും. ആ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്യുന്നത് കമ്പൈലർ അല്ല, മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്, ഓർ എ ടൂൾ ദാറ്റ് ഈസ് ദ പ്രീ പ്രോസസർ. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷമാണ് കമ്പൈൽ ചെയ്യുക. പ്രോഗ്രാമിൽ തന്നെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദാറ്റ് ഇസ് എ കമ്പൈലർ. എററൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, റിസൾട്ട് വന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ദെൻ ഏരിയ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാം. സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. സർക്കിളിൻ്റെ ഏരിയ ഇക്വേഷൻ
ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. ഞാനൊരു വേരിയബിൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഫ്ലോട്ട് ടൈപ്പ് ഇങ്ങനെ കൊടുക്കാം. ഫ്ലോട്ട് റേഡിയസ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ കൊടുക്കാം. ഞാൻ ചുമ്മാ ഒരു വാല്യൂ കൊടുക്കുകയാണ് 5.6. ദെൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഒരു വേരിയബിൾ എടുത്തു. ഫ്ലോട്ട് ടൈപ്പ് ഫ്ലോട്ട് ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ പൈയുടെ വാല്യൂ വീണ്ടും 3.141592. അങ്ങനെ ടൈപ്പ് ചെയ്യണ്ട, പകരം ലേബിൾ കൊടുത്താൽ മതി പൈ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പൈ. നിങ്ങളുടെ കറക്റ്റായിട്ട് നെയിം കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ് ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. ദെൻ ഏരിയ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് എഫ് ഏരിയ ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ് ഫ്ലോട്ട് ടൈപ്പ് അല്ല റിസൾട്ട്. ന്യൂ ലൈൻ സ്ലാഷ് എൻ കോമ പ്രിൻ്റ് ചെയ്യാനുള്ള വേരിയബിൾ ഏരിയ. ദെൻ സ്റ്റോപ്പ് ചെയ്യാം. റിട്ടേൺ 0. അവിടെ മാക്രോ എന്ന് പറയുന്നത് 2 തവണ യൂസ് ചെയ്തു. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, റിസൾട്ട് വന്നിട്ടുണ്ട്, കറക്റ്റാണ്. ദെൻ നോട്ട്സിലോട്ട് വരാം. ഫങ്ഷൻ ലൈക്ക് മാക്രോസ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ ഫങ്ഷൻ. ബട്ട് ഒരു വ്യത്യാസമുള്ളത്, നിങ്ങളൊരു മാക്രോ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ഡയറക്ട്ലി ബൈ ദ പ്രീ പ്രോസസർ. കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ടായിരിക്കും അത്തരം ഫങ്ഷൻ ലൈക്ക് മാക്രോസ് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രീ പ്രോസസർ. അതിൻ്റെയും എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സിൻടാക്സ് ഹാഷ് ഡിഫൈൻ മാക്രോ നെയിം. ഫങ്ഷൻ നെയിം കൊടുക്കുന്നത് പോലെ ലേബൽ കൊടുക്കുക മാക്രോ നെയിം വിത്തിൻ ബ്രാക്കറ്റ്സ് പാരാമീറ്റേഴ്സ്. ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യില്ലേ, അതേപോലെ ഇവിടെ മാക്രോസിന് അവിടെ കൊടുക്കുക. മാക്രോ നെയിം കഴിഞ്ഞതിന് ശേഷം വിത്തിൻ റൗണ്ട് ബ്രാക്കറ്റ്സ് യു ക്യാൻ പ്രൊവൈഡ് പാരാമീറ്റേഴ്സ്. ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് കൊടുക്കാം. അതിനുശേഷം എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ മീൻസ് നിങ്ങൾ എന്ത് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനുള്ളത്, ആ ഒരു എക്സ്പ്രഷൻ പ്രൊവൈഡ് ചെയ്യുക. കമ്പാരിസൺ ഓപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ ആകാം. അതെല്ലാമാണ് എക്സ്പ്രഷൻ എന്ന് പറയാം. സിൻടാക്സ് നമ്മൾ നോക്കി, അതേപോലെ ഒരു എക്സാമ്പിൾ എടുക്കുക. അത് നോക്കി. ഹാഷ് ഡിഫൈൻ മാക്രോ നെയിം ഈസ് സ്ക്വയർ. പാരാമീറ്റേഴ്സ് ഒരെണ്ണേ ഉള്ളൂ, എക്സ്. ഇതിന് അവിടെ കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? എക്സ് ഇൻറ്റു എക്സ്. ആ ഒരു മാക്രോ നെയിം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പാരാമീറ്റർ ആണോ പാസ് ചെയ്യുന്നത്, ആ പാരാമീറ്റർ ഇൻറ്റു പാരാമീറ്റർ എക്സ് ഇൻറ്റു എക്സ് അതായിരിക്കും റീപ്ലേസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ഹെഡർ ഫയലിന് ശേഷം ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഹാഷ് ഡിഫൈൻ മാക്രോ നെയിം ഈസ് ആഡ്. പാരാമീറ്റേഴ്സ് 2 കൊടുക്കാം, 2 പാരാമീറ്റേഴ്സ് കൊടുക്കാം. എക്സ് കോമ വൈ. ദെൻ സ്പേസ് എന്ത് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ റീപ്ലേസ് ചെയ്യാനുള്ളത് അത് നമുക്ക് കൊടുക്കാം. എക്സ് പ്ലസ് 5. അതായത് ഈ ഒരു മാക്രോ യൂസ് ചെയ്യുമ്പോൾ ആഡ് 5,6 അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും റീപ്ലേസ് ചെയ്യുക? 5 + 6 അങ്ങനെയായിരിക്കും റീപ്ലേസ് ചെയ്യുക. മെയിൻ ഫങ്ഷൻ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻ ടൈപ്പ് ഇൻറ്റ് റിസൾട്ട് ഈക്വൽ ടു മാക്രോ നെയിം ആഡ് വിത്തിൻ ബ്രാക്കറ്റ്സ് 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്. 8,9. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നടക്കുക? കമ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ദ പ്രീ പ്രോസസർ വിൽ റീപ്ലേസ് ദ മാക്രോ നെയിം വിത്ത് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ. ആഡ് 8,9. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും വരിക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 8 + 9 വരും. ദെൻ വാട്ട് ഈസ് 8 + 9? റീപ്ലേസ് ചെയ്തത് വിത്ത് 8 + 9. അപ്പം ഇങ്ങനെയായിരിക്കും അതിൻ്റെ മീനിങ്. ഇൻറ്റ് റിസൾട്ട് ഈക്വൽ ടു 8 + 9. 8 + 9 is 17.
then the value will be stored in the variable result. നമുക്കത് പ്രിന്റ് ചെയ്ത് നോക്കാം. printf %d, result, end with return 0. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാം കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിൻ്റെ മാക്രോ നെയിം നോക്കിയേ, ആവറേജ് പാരാമീറ്റേഴ്സ്. 4 പാരാമീറ്റേഴ്സ് ഉണ്ട്, ABCDE. അവിടെ എക്സ്പ്രഷൻ എന്താണ്? സം എടുക്കുന്നു, ഡിവൈഡ് ബൈ 5.0. അപ്പം എന്തായാലും റിസൾട്ട് എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കും. ഫ്ലോട്ട് ടൈപ്പ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ 5.0 കൊടുത്തത്. ഈ ഒരു മാക്രോ നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പാരാമീറ്റേഴ്സ് കൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, it will be replaced with that expression. മാക്രോ നെയിം യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ? റിസൾട്ട് ഈക്വൽ ടു ആവറേജ് പാരാമീറ്റേഴ്സ് 5 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റൺ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു എക്സ്പ്രഷൻ റീപ്ലേസ് ചെയ്യും. എന്തായിരിക്കും റീപ്ലേസ് ചെയ്യുക? ദ മാക്രോ നെയിം average with parameters, that will be replaced with 8 plus 9 plus 12 plus 13 plus 5 divided by 5.0. then അത് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? അതിൻ്റെ ആവറേജ് എടുക്കും. that average will be stored in the result. then അത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. then മറ്റൊരു കാര്യം നോക്കാം. there are some predefined macros. predefined functions പോലെ predefined macros ഉണ്ട്. examples __ date, then again __. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. മറ്റൊരെണ്ണം ടൈം. ടൈമിന് മുമ്പായിട്ടും അതിന് ശേഷവും 2 തവണ അണ്ടർസ്കോർസ് യൂസ് ചെയ്യുന്നുണ്ട്. so these macros are used to print the current date and time. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ സമയത്തുള്ള ഡേറ്റും ടൈമും പ്രിന്റ് ചെയ്യും. ആ ഒരു പ്രോഗ്രാം നോക്കി, കണ്ടോ, ഡേറ്റും ടൈമും ആ ഒരു മാക്രോസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി, ഡിഫൈൻ ഒന്നും ചെയ്യേണ്ട. ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മാക്രോസ് ആണ്. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡേറ്റും പ്രിന്റ് ചെയ്യും, ടൈമും പ്രിന്റ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഞാനിപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ ഉള്ള ഡേറ്റും ടൈമും അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് പ്രീ ഡിഫൈൻഡ് മാക്രോസ്. ഞാൻ ഒരു പ്രോഗ്രാം കൂടി നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് പറയാം. റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരം മാക്രോസ് യൂസ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് മാക്രോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക. അതല്ല നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നോക്കണം. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.